എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഈ രീതിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിൽ വറുത്തരച്ച നല്ല നാടൻ കറിയാണ്. പക്ഷേ ചിക്കൻ നാടനല്ല, നല്ല ബ്രോയിലറാണ്. ഞാനിതാ 1 കിലോ ബ്രോയിലർ ചിക്കൻ നന്നായിട്ട് ഉപ്പും നല്ല മൈദയും കൂട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. 4-5 തവണ നന്നായിട്ട് കഴുകിയതാണ്. ഇതിൻ്റെ കൊഴുപ്പൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ ചിക്കൻ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിക്കൻ വെള്ളം പൊക്കി ഊറ്റൊന്നും വേണ്ട. ഇനി അതാ 4 സവാളയാണ്, നീളത്തിൽ അരിഞ്ഞു വെച്ച 4 സവാള. പിന്നെ ഒരു 5 പച്ചമുളക് നടുകീറി വെച്ചിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയും ചെറുതായി അരിഞ്ഞു വെച്ചത്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങാണ്, അത് ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ തക്കാളി. ഉപ്പ് ഞാൻ ഒരു 1.5 ടീസ്പൂൺ വേണ്ടി വരും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂണാണ്. പിന്നെ മുളക് പൊടി അത്യാവശ്യം എരിവിന് വേണ്ടി മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയിലേ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും. എരിവിനനുസരിച്ച് മുളക് പൊടി നമുക്ക് എത്ര വേണേൽ മാറ്റം വരുത്താമല്ലോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇതിൽ ഞാനിവിടെ തയ്യാറാക്കിയ അല്പം ഗരം മസാല കൂടി ഇട്ടിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് എല്ലാം ഇതിൽ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൽ അത്യാവശ്യം ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് ഞാൻ ഒരുപാട് പൊടിയാക്കി പൊടിച്ചല്ല, ഒന്ന് ക്രഷ് ചെയ്ത കുരുമുളകാണ്. തേങ്ങ വറുക്കാനായിട്ടാണ് ഈ ചീനച്ചട്ടി വെച്ചിരിക്കുന്നത്. 1 കിലോ ചിക്കന് ഞാൻ ഏകദേശം ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് നന്നായി ചിരവി വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കന് ഒരു തേങ്ങ എന്തായാലും ചേർക്കണം. വെളിച്ചെണ്ണയിലാണ് തേങ്ങ ചേർക്കുന്നത്, തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പം ഒരു 4 ഏലക്കായ, പിന്നെ അതുപോലെ ഒരു 4 ഗ്രാമ്പൂ, പിന്നെ ചെറിയ 2 കഷ്ണം പട്ട, ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വെക്കുന്ന ചിക്കൻ കറിയിൽ പട്ടയും പൂവും ഗ്രാമ്പൂവും ഏലക്കായുമാണ് ചേർക്കാറ്. സാധാരണ പെരിഞ്ജീരകം ചേർക്കാറില്ല. ഒരു തേങ്ങയാണ്, ചെറിയ തേങ്ങയാണിത്, ഒരുപാട് വലിയ തേങ്ങയായിരുന്നില്ല. ഈ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ചിക്കനിൽ ഇതുവരെ ഓയിലൊന്നും ചേർത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ഈ അമ്മ സാധാരണ വെക്കുമ്പം ഈ തേങ്ങ വറുത്തരയ്ക്കുന്ന എണ്ണ മാത്രമേ ആ ചിക്കനിൽ ഉണ്ടാവാറുള്ളൂ. പിന്നെ ചിക്കനിലെ നെയ്യൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉരുകി വരുമ്പം തന്നെ ചിക്കൻ നല്ല ഓയിലി ആയിരിക്കും. പിന്നെ അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിട്ട് എവിടെയും പോകരുത് കേട്ടോ, കാരണം ഒരു ഭാഗം നന്നായിട്ട് മൂത്ത് പോവുകയും ചെയ്യും, മറ്റേ ഭാഗം മൂക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു പരുവാകുമ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഞാൻ സാധാരണ എങ്ങനെയാണ് ചെയ്യാറ്, ചട്ടീൻ്റെ നടുവിൽ നിന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കും. കാരണം നടുവിലാണല്ലോ ഭയങ്കര ചൂടുണ്ടാവുക. അപ്പോൾ ആ ചൂടിൽ നിന്നൊന്ന് ഇനി വേണമെങ്കിൽ ഇതൊരു പ്ലേറ്റിലേക്ക് കോരി വെക്കാവുന്നതുമാണ്. ചിക്കൻ്റെ എന്തായി നോക്കാം. തേങ്ങ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ അല്പം തണിഞ്ഞതിന് ശേഷമാണ് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നീ കണ്ടോ, ഇങ്ങനെ
ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. പക്ഷേ ആ എണ്ണയും എല്ലാം കൂടിയാണ് നന്നായിട്ട് വറുത്തരച്ച തേങ്ങ അതാ ഈ പരുവത്തിലായിരിക്കും. നമ്മൾ അമ്മിയിലൊക്കെ അരച്ചെടുക്കുമ്പോഴും ഇങ്ങനെയാണ്. എൻ്റെ അമ്മ അമ്മിയിൽ തന്നെയായിരുന്നു തേങ്ങ വറുത്ത് അരച്ചെടുക്കാറ്. അപ്പം ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ അരഞ്ഞ് കിട്ടുന്നത് ഞാൻ കാണാറുണ്ട്. ഞാനും അരയ്ക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ അമ്മയൊന്നുമില്ല, ഞാനിത് മിക്സിയിലാണ് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് സ്വല്പം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാണ് നല്ല നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഒന്നും അഡീഷണൽ ഒരു സ്പൈസസും പൗഡറും ഒന്നും അഡീഷണൽ ചേർത്തിട്ടില്ല. ഏലക്ക, പട്ട, ഗ്രാമ്പു ഇത് മൂന്നും തേങ്ങയുടെ കൂടെ വറുത്ത് ചേർത്താണ്. പിന്നെ സ്വല്പം ഞാൻ പൊടിച്ച് വെച്ചതും ചേർത്തിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഷെനീസ് വേൾഡ്. താങ്ക് യു.